ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ള പ്രണയം വിശ്വസിക്കാൻ പറ്റുന്നതാണോ? ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നിങ്ങൾ പ്രണയിച്ചു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ മരണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനോടൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇൻസ്റ്റാഗ്രാമിലുള്ള ആ ഒരു ലവ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടോ ഇല്ലയോ എന്താണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ നമുക്കുള്ള പെൺകുട്ടികളോടും ആൺകുട്ടികളോടും എല്ലാവരും ചോദിച്ചു നോക്കാം എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള പ്രണയം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ എന്താണ് ഇല്ല? എന്തുകൊണ്ടാണ് ഇല്ല എന്ന് പറയാൻ കാരണം? അത് നമുക്ക് ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. നേരിട്ട് കണ്ടറിയാതെ ഒരാളെ പ്രണയിക്കാന്ന് പറഞ്ഞാൽ എനിക്കൊട്ട് റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയിട്ടില്ല. എവിടെയോ സെയിം തന്നെ. ഇപ്പൊ ഇൻസ്റ്റ വഴി ഇപ്പൊ പെൺകുട്ടികൾ ഒരുപാട് പേര് ഇപ്പൊ പ്രണയിച്ചിട്ട് അത് ബ്രേക്കപ്പ് ആകുമ്പോൾ സൂസൈഡ് ചെയ്യുന്നുണ്ട്. റീസെന്റ് ആയിട്ട് ഒരുപാട് സൂസൈഡ് നടക്കുന്നുണ്ട്. അതിനോട് എന്താണ് അഭിപ്രായം? ഈ പെൺകുട്ടികൾക്ക് സ്ട്രോങ് ആവാത്തതിന്റെ റീസൺ എന്താണ്? അവരിങ്ങനെ ഒരാളെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് അങ്ങനെ മെസ്സേജ് അയക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മള് നേരിട്ട് കണ്ടറിയാവുന്ന ഒരാളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇൻസ്റ്റാഗ്രാമിൽ പ്രണയം നല്ലതാണോ? അതെ. ഇപ്പൊ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമില് സ്നേഹിച്ചിട്ട് അത് ബ്രേക്കപ്പ് ആവുമ്പോ ഈ മരണത്തേക്കൊക്കെ പോകുന്നുണ്ട്. അതിനെ പറ്റി എന്താ അഭിപ്രായം? അത് ഓരോരുത്തരുടെ ഇഷ്ടല്ലേ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതൊക്കെ. എന്നാൽ ഈ വിർച്വൽ വേൾഡിൽ നമ്മള് അറിയാത്തൊരു വ്യക്തിയോട് ഇൻസ്റ്റാഗ്രാം വഴി പ്രണയിക്കുന്നത് ശരി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ നമ്മള് പരിചയപ്പെടുവല്ലേ, ഓരോ കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ലേ നമ്മൾ സ്നേഹിക്കുള്ളൂ. എന്നാലും ഇൻസ്റ്റാഗ്രാമിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൊള്ളുന്നപ്പോ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നേരിട്ട് ബന്ധം വരാത്ത കുറെ റിലേഷൻഷിപ്പ് ഇൻസ്റ്റാഗ്രാമിലുണ്ടല്ലോ. എങ്ങനെ മനസ്സിലായില്ല? നേരിട്ട് മിംഗ്ലിംഗ് ഇല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഒതുങ്ങി പോകുന്ന കുറെ പ്രണയങ്ങളുണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടാലും നമ്മൾ നേരിട്ട് കണ്ട് മിംഗിളാവുകയാണല്ലോ. മിംഗിളാണ്, അത് കുഴപ്പമൊന്നുമില്ല. പ്രണയല്ലോ തന്നെയല്ലേ. നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്, അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും വിർച്വൽ വേൾഡിലുള്ള ഒരു വിർച്വൽ വേൾഡിലൂടെ മാത്രമാവരുത്, നേരിട്ട് കാണണം. അതായത് ചാറ്റ് ചെയ്ത് അവർക്ക് കംഫർട്ടായാൽ പിന്നെ നേരിട്ട് കണ്ടിട്ട് അതിലും കംഫർട്ടായ ആ ഒരു റിലേഷൻഷിപ്പിൽ. ഇൻസ്റ്റാഗ്രാം പ്രണയത്തിലൊക്കെ ഒരുപാട് പേര് ഇപ്പൊ ബ്രേക്കപ്പ് ആയതിനു ശേഷം പെൺകുട്ടികളെ തന്നെ ഒരുപാട് മരിക്കുക അല്ലെങ്കിൽ സൂസൈഡ് ചെയ്യുക എന്നുള്ള പരിപാടി റീസെന്റ് ആയിട്ട് ഒരുപാട് വരുന്നുണ്ട്. അതിനോട് എന്താണ് അഭിപ്രായം? മെച്യൂർഡായ റിലേഷൻഷിപ്പിലേക്ക് പോവുക, മെച്യൂർഡായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഈ മരണം ഇതിന് പ്രതിവിധിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ പിള്ളേര് മരിക്കുന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ പെട്ടെന്ന് ഒരു ഷോക്കിൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഡിസിഷൻ എടുക്കുകയാണ് ഈ മരണപ്പെട്ടു പോവാ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് പേര് മരിച്ചല്ലോ. മരിക്കുന്നതിനേക്കാളും ഈസി അല്ലേ ജീവിക്കാം. എന്ത് തിരിച്ചടി വന്നാലും ജീവിക്കാം, അത്രേ ഉള്ളൂ. ഇല്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയല്ല, പ്രത്യേകിച്ച് ഇപ്പൊ എന്താ അതിപ്പോ എന്ത് വിശ്വാസത്തിലാണ് ഇൻസ്റ്റാഗ്രാം നല്ലതാവാൻ ചീത്ത. ആൺകുട്ടിയുടെ സൈഡിൽ നോക്കുമ്പോൾ പെണ്ണൊന്ന് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ, എങ്ങനെയാണ് എടുക്കാൻ, വിശ്വസിക്കാൻ പറ്റുക? ആ ഒരാളെ ട്രസ്റ്റ് ചെയ്ത് സ്നേഹിക്കും. ആമ്പിള്ളേരല്ലേ പെട്ടെന്നൊരു ചിലപ്പോ റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ മറ്റേ വിശ്വാസം ഉണ്ടാവില്ല. അത് കുറച്ച് അടുത്തറിഞ്ഞ് ഇങ്ങനെയൊക്കെ ആയാലും എന്തായാലും ഇഷ്ടപ്പെടും. അല്ലാണ്ട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാം പ്രണയത്തിലൂടെ ഒരുപാട് മരണപ്പെടുന്നുണ്ട്. ഇപ്പൊ പെൺകുട്ടികളൊക്കെ ഒരുപാട് സൂസൈഡ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പ്രണയിച്ചിട്ട് പിന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അതിനെപ്പറ്റി എന്ന് വെച്ചാൽ ഇപ്പൊ ആദ്യം മനസ്സിലാക്കുന്ന വെച്ചാൽ ഇതിൽ എന്തായാലും നമ്മൾ നേരിട്ട് കണ്ട് പരിചയമില്ലാത്ത ആളാകുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഫുള്ളായിട്ട് അങ്ങ് ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എങ്ങനെയായാലും. ഇപ്പൊ ആൺകുട്ടികൾ ചിലപ്പോൾ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ തീരെടുക്കാൻ നോക്കും, ചിലപ്പോൾ അവരുടെ ഒരു ഇതിലിന്റെ പുറത്ത്. അപ്പൊ അതിൽ വീഴാണ്ടിരിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. മാക്സിമം പെൺപിള്ളേരെ തന്നെ ശ്രദ്ധിക്കുക. അവരുടെ കാര്യം ചോദിക്കുന്നതായാലും ചെയ്തു കൊടുക്കരുത്, ഒരു ലിമിറ്റ് ഒക്കെ എല്ലാത്തിലും. അതിന്റെ അപ്പുറത്തോട്ട് കയറ്റാൻ പാടില്ല ഒരു സർക്കിളില്. അല്ല, ഇവിടെ എന്താണ് അഭിപ്രായം? എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. എനിക്കോട് അത്ര സേഫ് ആയിട്ട് തോന്നിയിട്ടില്ല. സേഫ് ആയിട്ട് തോന്നില്ല. എന്താണ് അതിനുള്ള കാരണം? ഇപ്പൊ എന്തൊക്കെ സ്കാം നടക്കണുണ്ട്. അപ്പൊ എന്തായാലും നേരിട്ട് കണ്ട് പരിചയപ്പെടുന്ന പോലെ അല്ലല്ലോ, ഇങ്ങനെ ഇൻസ്റ്റ വഴി അങ്ങനെയൊക്കെ. ചിലപ്പോ അത് ശരിയാവണോന്നില്ലല്ലോ, അവര് ഫേക്ക് ആയിരിക്കാലോ. ഇപ്പൊ ഇൻസ്റ്റ വഴി ഇപ്പൊ പെൺകുട്ടികൾ ഒരുപാട് പ്രണയിച്ചിട്ട് മരണപ്പെട്ടിട്ടുണ്ട്, സൂസൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് ഇപ്പൊ ഒരു കുട്ടി മരിച്ചിരുന്നു. മേ ബി ഞാൻ കുറ്റം പറയാനല്ല, മേ ബി അത് ഒഴിവാക്കായിരുന്നു. പക്ഷെ അതിന് പറ്റിയതൊരു ഇത് തന്നെയാണ്. ചെയ്ത ആള് ചെയ്ത തെറ്റെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ പെൺകുട്ടികൾ സ്ട്രോങ് മെന്റാലിറ്റി ഇല്ലാത്തത്, പെട്ടെന്ന് തന്നെ ഈ സൂസൈഡിലേക്കുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു കാരണം? ഇൻസ്റ്റാഗ്രാം വഴി മാനിപ്പുലേഷൻ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ പറയും, അത് നേരിട്ട് സംസാരിക്കണ പോലെയല്ല. ടെക്സ്റ്റിങ് ചെയ്യുമ്പോഴത്തേക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പൊ അതിൽ വീണോണേ ഇരിക്കാം. നല്ലതാണോ വെച്ചാൽ നല്ല ആളാണെങ്കിൽ നല്ലതാണ്,
ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു പെൺകുട്ടി മരണപ്പെട്ട കാര്യം അറിഞ്ഞായിരുന്നു. അറിഞ്ഞു. അപ്പൊ അതൊക്കെ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഒരു പ്രണയത്തിൽ നിന്നുണ്ടായ ഒരു ബ്രേക്കപ്പിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഒരു പ്രണയം വിശ്വസിക്കാൻ പറ്റുന്ന തോന്നുന്നുണ്ടോ എപ്പോഴും ഗേൾസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ? എല്ലാതും വിശ്വസിക്കാൻ പറ്റില്ല, ചിലത്. അപ്പൊ അങ്ങനെ ചിലതെന്ന് പറയാൻ കാരണം നമ്മൾ ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ വേറൊരു വിർച്വൽ വേൾഡിൽ കൂടെ പരിചയപ്പെടണാണല്ലോ. ഓരോരാളെ മനസ്സ് പോലെ ആയിരിക്കും. ചിലയാള് ഭയങ്കര ഇതായിരിക്കും, ടോക്സിക് ആയിരിക്കും. ചില ആള് നല്ല മനസ്സായിരിക്കും, മനസ്സ് പോലെ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാം പ്രണയം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? ഇൻസ്റ്റാഗ്രാമില് പ്രപ്പോസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമില് സെറ്റായി ഇൻസ്റ്റാഗ്രാമിലൂടെ കല്യാണം കഴിക്കുന്നു. ഓരോരുത്തർക്കും ഓരോരോ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കാണും. അപ്പോൾ ഓരോരുത്തരും നമുക്ക് നേരിട്ട് കണ്ട് പറയുന്നത് ഇഷ്ടപ്പെടുന്നതും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുക എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ട് അല്ല, ഈ ഇൻസ്റ്റാഗ്രാം ഒരു വിർച്വൽ വേൾഡ് ആണല്ലോ. അപ്പൊ അതില് നമ്മളിങ്ങനെ അത്ര വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നില്ല. എനിക്കിപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷനിൽ നേരിട്ട് കണ്ട് മീറ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേഷനിലായിരിക്കും ഓൾവേസ് ബെറ്റർ. നമുക്ക് പരിചയമുള്ള ഒരാളായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും വഴി ഒരു പരിചയമുള്ള ഒരാളാണെങ്കിലല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിലും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഓരോരുത്തർ എന്തൊക്കെയായിരിക്കും മനസ്സിൽ വിചാരിച്ച് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാനോ പ്രെഡിക്റ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പം നമ്മൾ ആരാലും മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് വേണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യാം. റീസെന്റ് ആയിട്ട് ഒരു പെൺകുട്ടി മരിച്ചിരുന്നു, അറിഞ്ഞിരുന്നു. ഒരു ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള പ്രണയം കൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അതിപ്പോ അവർക്ക് അവരുടേതുള്ള ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കാണുമായിരിക്കും. അത് നമ്മൾക്കറിയില്ലല്ലോ, ഓരോരുത്തർ എന്തൊക്കെയായിരിക്കും പറയാന്നും നമുക്കറിയില്ല. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് കാണും. അതിനെ സംബന്ധിച്ചായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചെയ്തത്. അല്ലാതെയും എന്നാലും ഒരു വിർച്വൽ വേൾഡിലായിട്ടുള്ള ഒരു ബന്ധങ്ങള് ഉണ്ടാക്കുന്നത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് ഗേൾസ് മരണപ്പെടുന്നുണ്ട്, സൂസൈഡ് ചെയ്യുന്നുണ്ട്, ബ്രേക്കപ്പ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കണ്ട് പരിചയപ്പെട്ട ആളൊന്ന് ഇഷ്ടമല്ലാണ്ടായി കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പെൺകുട്ടികൾ മരിക്കുകയാണ്. അപ്പൊ അതിനോട് എന്താണ് പറയാനുള്ളത്? അറേഞ്ച് മാരേജ് ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അറേഞ്ച് മാരേജ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ കുറെ സ്ത്രീകൾ ഈ സ്ത്രീധനത്തിന്റെ പേരില കുറെ പേര് മരിക്കുന്നത് മർദ്ദനൊക്കെ പറയുന്നത്. അപ്പൊ എല്ലാത്തിനും ഓരോ വഴി നമ്മൾ ചൂസ് ചെയ്യുക നല്ലത്.